ഹലോ ഡിയർ, അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ രേഖീയ സംഖ്യകൾ അല്ലേ, റിയൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസും മിഡ് പോയിൻറ്റും കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. നെക്സ്റ്റ് ഇത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മോഡുലസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൽ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഓൾറെഡി ഒരു മോഡിൻ്റെ അകത്ത് ഒരു എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ മോഡിൻ്റെ അകത്ത് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? മോഡിൻ്റെ അകത്ത് നമുക്ക് എക്സ് ഈക്വൽ ടു 5ഉം വരാം, അതല്ലെങ്കിൽ -5ഉം വരാം. ഓക്കെ അല്ലേ? അതായത് മോഡ് എക്സും 5 ആണ്, മോഡ് 5 തന്നെയാണ്, അതേപോലെ മോഡ് -5ഉം 5 തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 5ഉം വരാം -5ഉം വരാം. അപ്പോൾ 5 ഓർ -5 എന്നാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് കേട്ടോ. പിന്നെ അതിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നോക്കിയ ക്വസ്റ്റ്യൻ്റെ x-3 ഈക്വൽ ടു 2, അതായത് ഒരു ഇക്വേഷൻ മോഡലിൽ ഈ ഒരു ഡിസ്റ്റൻസ് കാണുന്ന ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം ഒരു നമ്പർ ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2. ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എക്സും 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ ലൈൻ ഉണ്ടെങ്കിൽ 1 2 3 4 5 അല്ലേ, അതായത് ഈ ഒരു നമ്പർ ലൈനിൽ എക്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 എന്നുള്ളതാണ് വൈ, ഇതാണ് വൈ. അപ്പോൾ ഈ ഒരു വൈയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണെന്നുള്ളതാണ്. അതായത് ഈ വൈന്ന് 2 ഡിസ്റ്റൻസിലാണ് എക്സ് കിടക്കണമെന്ന് മീൻ ചെയ്യുന്നത് അല്ലേ, അതാണ് അർത്ഥം. അപ്പോൾ വൈന്ന് ഏത് ഭാഗത്തേക്ക് എക്സ് കിടക്കാം, എക്സ് എവിടെയും വരാം. അപ്പോൾ വൈന്ന് 2 ഡിസ്റ്റൻസിൽ 5 ആവാം, എക്സ് 5 ആകാം, അതല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ 1 ആവാം അല്ലേ. എക്സ് രണ്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്പർ ലൈൻ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ കാണുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇക്വേഷന് ഞാൻ 2 തരത്തിൽ എഴുതാൻ പോവാണ്. ആദ്യം ഇതേപോലെ തന്നെ മോഡ് ഒഴിവാക്കിയിട്ട് ഞാൻ എഴുതുന്നുണ്ട്, x-3 ഈക്വൽ ടു 2. അതേപോലെ വേറൊരു ഇക്വേഷൻ x-3 ഈക്വൽ ടു പുറത്തുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ മൈനസ് കൊടുക്കുകയാണ്. അതിനെ ഞാൻ മൈനസ് കൊടുത്തു. ഇവിടെ മൈനസ് ഉണ്ടാവില്ല, അത് അതേപോലെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി മോഡ് ഒഴിവാക്കിയിട്ട്. ഇനി ഇത് അടുത്തൊരു ഇക്വേഷൻ ആണ്, ഈ ഒരു പുറത്തുള്ള ആൾക്ക് മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് 2 എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഒരു എക്സിൻ്റെ വാല്യൂസ് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ സോൾവിങ് അല്ലേ, 2ൻ്റെ അടുത്തേക്ക് -3 വന്നാൽ +3 ആയിട്ട് മാറും. 2 + 3 5 കേട്ടോ. 5 നമുക്ക് നേരത്തെ കിട്ടിയ ഇവിടെ നോക്കിക്കോ, ഇവിടെ ആണെങ്കിലോ എക്സ് ഈക്വൽ ടു -2ൻ്റെ അടുത്തേക്കാണ് -3 +3 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? 1 ആയിട്ട് മാറി കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിട്ട് അതേ സെയിം 1ഓ 5ഓ എക്സിൻ്റെ വാല്യൂസ് വരാം, 1 or 5 ഉണ്ടോ, കിട്ടി. അപ്പോൾ ഈ 2 ഇക്വേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഇക്വേഷൻ എഴുതുന്നത് ക്ലിയർ ആയാൽ മതി. ഇവിടെ നോക്കിക്കുക x+2 = 3 എന്നാണെങ്കിൽ അത് 2 ഇക്വേഷൻ ആക്കുക. ആദ്യം മോഡ് ഒഴിവാക്കിയിട്ട് x+2 = 3, അടുത്തത് എഴുതുമ്പോൾ x+2 = -3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഇതേപോലെ എക്സ് സമം ഓരോന്നും എക്സ് കണ്ടുപിടിക്കാം. 3ൻ്റെ അടുത്തേക്ക് +2 ആണ് പോകുന്നത്, അപ്പോൾ -2 ആയിട്ട് മാറും, 1 എന്ന് കിട്ടി. ഇതേപോലെ ഇവിടെ ആണെങ്കിൽ -3ൻ്റെ അടുത്തേക്കാണ് -2 വരുന്നത്, അപ്പോൾ -5 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഇവിടെ 2 സൈഡിലും എന്ത് വരുന്നിട്ടുണ്ട്? മോഡൽ വന്നിട്ടുണ്ട്. 2 സൈഡിലും മോഡ് വരുമ്പോൾ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ വരുള്ളൂ. എക്സ് ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ തൊട്ടടുത്ത് അല്ലേ, എക്സ് കഴിഞ്ഞിട്ട് -1 വന്നു അല്ലേ, അവിടെ നമ്മൾ 1 എന്ന് കൊടുത്തു. ഇവിടെ x-3 ഉള്ളതിന് നമ്മൾ 3, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടുന്ന് -1 ആണ്, അവിടെ നമ്മൾ 1 എന്നെടുത്തു. ഇവിടെ എക്സിൻ്റെ തൊട്ടടുത്ത് -3 ആണ്, അത് +3 അല്ലേ, 1ഉം 3യും കൂടെ ആഡ് ചെയ്തു, /2 കാണാം. മിഡ് പോയിൻ്റ് കാണുന്നത് അതേപോലെ കേട്ടോ. നമുക്ക് ആൻസർ കിട്ടും 4/2 2 എന്നുള്ളത്. സിമ്പിളാണ്. ഒരു ആൻസറും കൂടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ നോക്കിക്ക്, ഇവിടെ എക്സിൻ്റെ കൂടെ +2 ആണ്. അപ്പോൾ നമ്മൾ x =
എക്സിൻ്റെ കൂടെയുള്ള +2 ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ച് -2 എഴുതണം. ആ ഓപ്പറേഷൻ ചേഞ്ച് ആക്കണം കേട്ടോ. നേരത്തെ നമ്മൾ മൈനസാണ് ഉള്ളത്, +2 എഴുതി. അപ്പോൾ ഇവിടെ +2 ആണ് എക്സിൻ്റെ കൂടെ ഉള്ളതെങ്കിൽ -2 പ്ലസ് ഇവിടെയോ -5 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ +5 ഉണ്ടോ. ആ ഒരു ഓപ്പറേഷൻസ് ചേഞ്ച് ആക്കിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് /2 ചെയ്യാം. ഇപ്പോൾ എന്തായി? -2 + 5 -2 3 ആണ്. 3/2 വേണമെങ്കിൽ ഇതുപോലെ എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് ഡെസിമൽസിലും എഴുതാം കേട്ടോ. 1.5 അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, 3/2 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അതായത് ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ ഡൗട്ടുള്ളവർക്ക് ഇത് പറഞ്ഞുതരാം. സാധാരണ നമ്മളെ മോഡ് എന്ന് പറയുന്നത് ഇതാണ്, x-y ആണ് അല്ലേ. ഇവിടെ നമ്മൾ മുകളിൽ ഇവിടെ എടുത്തത് എന്തായിരുന്നു? x-1 എന്നിൽ y ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ y 1 ആണ്, ആ 1നെയാണ് ഇവിടെ എടുത്തത്. ഇവിടെ x-y വരുമ്പോൾ ഇവിടെ y 3 ആണ്, ആ 3നെയാണ് ഇവിടെ എടുത്തത്. അത് രണ്ടും ആഡ് ചെയ്തു /2 ചെയ്തതാണ്. ഇവിടെ ആ ഒരു ഫോമിലാണെങ്കിൽ ഇവിടെ ശരിക്കും y എന്തായിരിക്കും? ഇവിടെ പ്ലസ് ആവാൻ കാരണം ഈ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെയോ y എന്നുള്ളത് -2 ആണ്. അതുകൊണ്ടാണ് ഈ 2 മൈനസും കൂടി ചേർന്നാണ് ഇവിടെ പ്ലസ് ആയത്. അതാണ്